യുവതിയെയും ഇരട്ടക്കുഞ്ഞുങ്ങളെയും കൊന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുൻ സൈനികരായ ദിവിൽ കുമാറും രാജേഷും പേരുകൾ മാറ്റി വിഷ്ണുവും പ്രവീൺ കുമാറുമായി പുതുച്ചേരിയിൽ ഒളിവിൽ കഴിഞ്ഞത് 18 വർഷമാണ്. യഥാർത്ഥ വിവരങ്ങൾ മറച്ചുവെച്ച് അവിടെ നിന്ന് തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ഭൂമിയും വീടും വാങ്ങി താമസമുറപ്പിക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയതിനാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലായിരുന്നു ഇരുവരും. ഒടുവിൽ പുതുച്ചേരിയിൽ ഒരു പ്രതിയുടെ ജീവിത പങ്കാളിയായ അധ്യാപിക സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ചിത്രം തന്നെയാണ് പ്രതികളെ കുടുക്കിയതും. CBI ചെന്നൈ യൂണിറ്റ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നു. കൊലപാതകം നടന്ന കൊല്ലം അഞ്ചലിൽ നിന്ന് തന്നെയാണ് CBIക്ക് ഇവർ പുതുച്ചേരിയിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതും അറസ്റ്റിലേക്ക് നയിച്ചതും. 2006 ഫെബ്രുവരിയിലായിരുന്നു നാടിനെ ഞെട്ടിച്ച അഞ്ചൽ കൊലപാതകം നടന്നത്. അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയും അയൽവാസിയായ ദിവിൽ കുമാറുമായി അടുപ്പത്തിലായിരുന്നു. അവിവാഹിതയായ രഞ്ജിനി ഗർഭിണിയായതിനെ തുടർന്ന് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. കമ്മീഷൻ ദിവിൽ കുമാറിനോട് DNA ടെസ്റ്റിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയായിരുന്നു രഞ്ജിനിയുടെ 17 ദിവസം മാത്രമുള്ള ഇരട്ട കുട്ടികളെയും രഞ്ജിനിയെയും പ്രതികൾ കൊലപ്പെടുത്തിയത്. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് ഏറ്റെടുത്തു. തൊട്ടു പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി. പത്താൻകോട്ട് യൂണിറ്റിലാണ് ഇരുവരും സൈനികരായി സേവനമനുഷ്ഠിച്ചിരുന്നത്. ഒടുവിൽ പ്രതികൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ CBI പിടികൂടിയതും. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ചാൽ എത്ര നിഷ്ഠൂരമായിരുന്നു കൊലപാതകമെന്ന് മനസ്സിലാകും. ഒരു ദിവസം ദിവിലിനെ കണ്ടുപിടിച്ചെന്നും കല്യാണം നടത്താമെന്നും പറഞ്ഞാണ് രാജേഷ് വീട്ടിലെത്തിയത്. കുട്ടികളെയും രഞ്ജിനിയെയും അവന്റെ കൂടെ വിടാൻ പറഞ്ഞു. അയക്കത്തില്ലെന്ന് ഞാനും വരുത്തില്ലെന്ന് മോളും പറഞ്ഞു. കുട്ടികളെ കുളിപ്പിച്ച് കിടത്തിയപ്പോൾ മറ്റൊരു ദിവസം രാജേഷ് അവിടെ എത്തി. കൊച്ചുങ്ങളെ കാണണമെന്ന് പറഞ്ഞു. കുളിപ്പിച്ചു കൊണ്ടിരുന്ന പിള്ളേരിൽ ഒരെണ്ണത്തിനെ അവൻ കയ്യിൽ മേടിച്ചു. കുറെ നേരം അവൻ ആ കൊച്ചിനെ നോക്കി നിന്നു. അപ്പോഴേക്കും കൊച്ചിനെ കയ്യിൽ നിന്ന് മേടിക്കാൻ മകൾ പറഞ്ഞു. അതിനിടയിൽ അവനൊരു ഫോൺ കോൾ വന്നു. അന്നും കൊലപാതകത്തിന് പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല. അന്നേ ദിവസം അവൻ എന്നെ ബൈക്കിടിച്ച് തെറിപ്പിക്കാൻ നോക്കി. ഞാൻ എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ആ ദിവസം DNA ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പർ വന്നിരുന്നു. ടെസ്റ്റ് നടത്തണമെന്ന് ദിവിലിന്റെ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞപ്പോൾ രാജേഷ് എന്നെ അടിക്കാൻ വന്നു. അന്നാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. പിറ്റേന്ന് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോഴാണ് കൊലപാതകം നടന്നതെന്നുമാണ് ശാന്തമ്മ കൃത്യവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓർത്തെടുത്ത് പറയുന്നത്. 2006 ഫെബ്രുവരി 10 നടന്ന ക്രൂരമായ കൊലപാതകത്തിൽ അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെങ്കിലും അതെങ്ങും എത്തിയില്ല. ഇതേ തുടർന്ന് കേരള ഹൈക്കോടതി 2010 ജനുവരി 15 CBIക്ക് കേസ് കൈമാറി. CBI ചെന്നൈ യൂണിറ്റ് 2010 ഫെബ്രുവരി 6 കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ദിവിൽ കുമാറിന്റെയും സുഹൃത്തായ രാജേഷിന്റെയും പേരിൽ CBI സംഘം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കോടതി ഇരുവരെയും പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചു. പുതുച്ചേരിയിലാണെങ്കിലും പ്രതികളിൽ ഇരുവരും ഈ സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചിരുന്നു. പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ചതോടെ CBI അന്വേഷണം അവസാനിപ്പിക്കുമെന്നാണ് ഇരുവരും കരുതിയത്. ഇതാണ് ഇവർ പുതുച്ചേരിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്യുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചതും. ഇരുവരും അവിടെ അധ്യാപികമാരെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഒരു വശത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഒളിവിൽ പോകുന്ന പ്രതികളെ തിരയുന്ന CBIയുടെ പ്രത്യേക സംഘം ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരുന്നു. മറുവശത്ത് കൊല്ലം അഞ്ചലിൽ CBI ഉദ്യോഗസ്ഥർ കൊലപാതകം നടന്ന അലയമണിൽ നിന്നും രഹസ്യമായ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. ഇത്തരം വിവരശേഖരണത്തിൽ നിന്നാണ് പ്രതികൾ പുതുച്ചേരിയിൽ ഉണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അലയമൺ സ്വദേശികൾ ഒരാൾ ദിവിൽ കുമാറിനെ പുതുച്ചേരിയിൽ വെച്ച് കണ്ടുവെന്നാണ് സൂചന. ഇയാളാണ് CBIക്ക് വിവരം കൈമാറിയതും. വിവരം ലഭിച്ചയുടൻ ചെന്നൈ CBI യൂണിറ്റ് DYSPമാരായ രാജശേഖർ, രവി, അഡീഷണൽ SP ദിനേശ്, SI സെബാസ്റ്റ്യൻ, ദിലീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ച പുതുച്ചേരിയിലേക്ക് പുറപ്പെട്ടു. ദിവിൽ കുമാറിനെയും രാജേഷിനെയും ഉച്ചയോടെ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. പുതുച്ചേരിയിലെ കോടതിയിൽ വൈകുന്നേരത്തോടെ ഹാജരാക്കി കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി വാങ്ങുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ CBI ചെന്നൈ യൂണിറ്റ് സംഘം എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. സംഭവമുണ്ടായത് കേരളത്തിലായതിനാൽ CBI കേസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളം CJM കോടതിയിലായതിനാലാണ് ഇരുവരെയും എറണാകുളത്ത് തന്നെ ഹാജരാക്കിയത്. പ്രതികളെ CBI പിടികൂടിയതാകട്ടെ സൈബർ കോമിംഗ് എന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താൻ CBIയും കേരള പോലീസും 3 മാസമായി നടത്തിയ സൈബർ കോമിംഗ് ആണ് അന്വേഷണ സംഘത്തെ പുതുച്ചേരിയിലേക്ക് എത്തിച്ചത്. പുതുച്ചേരിയിൽ ഒരു പ്രതിയുടെ ജീവിത പങ്കാളിയായ അധ്യാപിക സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ദിവിൽ കുമാറിനെയും രാജേഷിനെയും കുടുക്കിയത്.
10 വർഷത്തിലധികമായി ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ചിത്രങ്ങൾ കേരള പോലീസിന്റെ സഹായത്തോടെ നിർമ്മിത ബുദ്ധി അഥവാ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്. ഒളിവിൽ പോകുമ്പോൾ ദിവിൽ കുമാറിന് 23 വയസ്സും രാജേഷിന് 28 വയസ്സുമായിരുന്നു. അന്നത്തേവരുടെ ലഭ്യമായ ചിത്രങ്ങൾ ശേഖരിച്ച ശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും രൂപത്തിലുണ്ടാകുന്ന മാറ്റം AIയുടെ സഹായത്തോടെ അന്വേഷണ സംഘം ചിത്രീകരിച്ചു. ദിവിലിന്റെയും രാജേഷിന്റെയും ഇത്തരത്തിലുള്ള 20 സാധ്യതാ ചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നു. ഈ ചിത്രങ്ങളുമായി സാദൃശ്യമുള്ള ആരുടെയെങ്കിലും ചിത്രങ്ങൾ നിരീക്ഷണത്തിലുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്താൽ പോലീസിന്റെ സൈബർ കുറ്റാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് ലഭിക്കുമായിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ 10ലധികം അലേർട്ടുകൾ ഇത്തരത്തിൽ പോലീസിന് ലഭിച്ചു. ഇതിനിടെയാണ് അധ്യാപിക ഒരു യാത്രക്കിടയിൽ എടുത്ത കുടുംബ ചിത്രം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത്. ചിത്രത്തിലെ യുവാവിന് പ്രതികളിൽ ഒരാളുടെ AI ചിത്രവുമായുള്ള സാദൃശ്യം മനസ്സിലാക്കിയ അന്വേഷണ സംഘം 2 ആഴ്ചയോളം അധ്യാപികയുടെ പോസ്റ്റുകൾ നിരീക്ഷിച്ചു. ഇവർ നേരത്തെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളും പരിശോധിച്ച ശേഷം യുവാവിനെ നേരിട്ട് നിരീക്ഷിക്കാൻ പുതുച്ചേരിയിലെത്തി. ഇയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ കണ്ടെത്തിയ മറ്റൊരാളുമായി രണ്ടാമത്തെ പ്രതിയുടെ AI ചിത്രത്തിനും സാദൃശ്യം കണ്ടെത്തിയതോടെ CBI സംഘം പ്രതികളെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇരുവരും കുറ്റസമ്മതം നടത്തി. വർഷം എത്ര കഴിഞ്ഞാലും എത്ര ആസൂത്രിതമായി കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കിയാലും ഒരു നാൾ സത്യം പുറത്തുവരും, കുറ്റവാളികൾ പിടിക്കപ്പെടും, നീതി നടപ്പാകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി കൂടി ഈ സംഭവം മാറുകയാണ്. 17 ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളെയും മാതാവിനെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് തന്നെയാണ് കേരള മനസാക്ഷി ഒന്നായി ആഗ്രഹിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.